അതായത് മുൻപ് കിട്ടിയ വിവരം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആറ്റിങ്ങൽ സിറ്റിക്ക് പുറത്ത് കട്ടപ്പന ബസ് പോയതായിട്ട് കേട്ടിട്ടുണ്ട്. സിറ്റിയിൽ നമ്മുടെ ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുത്ത ഇലക്ട്രിക് ബസ് കട്ടപ്പന ഓടി ഇടുക്കിയിലേക്ക് ഓടിയായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. പിന്നീട് അത് വിവാദമായി മാധ്യമങ്ങളിൽ വാർത്ത വന്നു, ഞങ്ങളും അങ്ങനെയുള്ള ബസ്സുകൾ തടയുമെന്ന് പറഞ്ഞൊക്കെ വന്നപ്പോഴാണ് അവിടെ നിന്നൊക്കെ പിൻവലിച്ചത്. പിന്നെ ആറ്റിങ്ങൽ, നെയ്യാറ്റിങ്ങൽ, നെടുമങ്ങാടൊക്കെയാണ് ഓടിക്കൊണ്ടിരുന്നത്. ഒരു അനൌദ്യോഗികമായിട്ട് നടത്തിയ അന്വേഷണങ്ങളിൽ മനസ്സിലായത് സിറ്റിയിൽ ആവശ്യമുള്ള ബസ് കൊടുത്തതിന് ശേഷം പട്ടണത്തിലേക്ക് വരുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി എന്നുള്ള സൗകര്യം അനുസരിച്ചാണ് നെടുമങ്ങാട്, നെയ്യാറ്റിങ്ങൽ, ആറ്റിങ്ങലൊക്കെ ചില ബസ്സുകൾ ഓടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴും സിറ്റിയുടെ ഉൾഭാഗങ്ങളിൽ ബസ്സിന്റെ ആവശ്യമുണ്ട്. ഞാൻ മത്സരിച്ച കൊടുങ്ങാനൂർ വാർഡിൽ ചെന്നപ്പോഴേക്കും ആദ്യം ആൾക്കാർ പറഞ്ഞത് നേരത്തെ അവിടെ പ്ലാവോട് വഴി, കൊടുങ്ങാനൂരിൽ നിന്ന് പ്ലാവോട് വഴി തിട്ടമംഗലം വഴി ഒരു ബസ് ഈ സ്റ്റോറിലേക്ക് ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു ദൂരമാണ്, 4-5 കിലോമീറ്റർ ഇട റോഡാണ്. അവർക്ക് ഓട്ടോ ഓടിച്ചു പോകാനേ പറ്റുള്ളൂ. ആ ബസ് ഇപ്പം നിർത്തലാക്കി. അപ്പോൾ ഇപ്പോഴും നമ്മൾ പരിശോധിച്ചാൽ സിറ്റിയുടെ പല ഉൾഭാഗങ്ങളിലും ഇലക്ട്രിക് ബസിന്റെ ആവശ്യമുണ്ട്. അത് ഇവിടെ ആവശ്യമുള്ളപ്പോൾ എന്തിനും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിടുന്നു. കേന്ദ്ര ഗവൺമെന്റ് ബസ് കൊടുത്ത് സിറ്റിയിൽ ഓടാനാണല്ലോ. അപ്പോൾ അത് പരിശോധിക്കും. ഏതൊക്കെ നമ്പറിലുള്ള എത്ര ബസ്സുകളാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്, ഓരോ ബസ്സും എത്ര കിലോമീറ്റർ ഓടി, ഇപ്പോൾ അതിന്റെ പൊസിഷൻ എന്താണ്, എഞ്ചിനീയർ സെക്ഷനിൽ അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ബസിന്റെ ചാർജുള്ള ആൾക്കാരുമായിട്ട് KSRTCയുടെ ലാഭം നഷ്ടം നോക്കേണ്ടത് KSRTCയുടെ ഉത്തരവാദിത്തമാണ്. കോർപ്പറേഷന്റെ ഉത്തരവാദിത്തം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് എന്ത് തന്നിട്ടുണ്ട് അത് കോർപ്പറേഷന് പ്രയോജനപ്പെടണം. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. KSRTC ലാഭം ഉണ്ടാക്കേണ്ട KSRTC മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ്. അത് അവർ ചെയ്തോട്ടെ. ഞങ്ങളുടെ പ്രഥമ പരിഗണന കോർപ്പറേഷനിൽ ജീവിക്കുന്ന, കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കോർപ്പറേഷന്റെ വരുമാനം ചോരാതെ നോക്കുക, അത് വർദ്ധിപ്പിക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള വാഹനങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പരിപാലിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പരിശോധിക്കുക മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു ന്യായമായ കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഘടകത്തിലെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നതെന്നിരിക്കട്ടെ, ആ പോകുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോൾ 1-2 വ്യക്തികൾ അവരുടെ മാനസികാവസ്ഥ വെച്ചിട്ട് സിറ്റിയിൽ ഓടേണ്ട ബസ്സിനെ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് പരിശോധിക്കാം. അല്ല, ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഘടകത്തിൽ കൺസേൺ അതോറിറ്റി ചർച്ച ചെയ്ത് രേഖകൾ പ്രകാരം ആളുകൾ പോകുന്നതെങ്കിൽ അത് ആരോഗ്യകരമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ആലോചിക്കാം.